ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. വെറും 2 ഐറ്റം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് വരുന്ന രീതിയിൽ നമ്മളൊരു സ്കാലപ്പ് വർക്കാണ് കൊടുക്കുന്നത്. അതിന് നമ്മൾ ഇതുപോലുള്ളൊരു സ്കെയിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ വരുന്ന എന്തെങ്കിലും ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്കാലപ്പ് വർക്ക് വരുന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് വരച്ചെടുക്കുന്നത്. സ്കെയിലോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കട്ട് ബീഡാണ് കേട്ടോ തുന്നിയെടുക്കുന്നത്. ആ ഒരു നെക്ക് ലൈൻ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കട്ട് ബീഡ് തുന്നി കൊടുക്കണം. ആൻറ്റി കളറിൽ വരുന്ന കട്ട് ബീഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ സിംഗിൾ ബീഡ് എടുത്തിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ നെക്ക് ലൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ താഴെ വരുന്ന ആ ഒരു സ്കാലപ്പ് വർക്ക് ഇല്ലേ, അതൊന്നും നമ്മൾ ഈ ഒരു കട്ട് ബീഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ബീഡ് ഇവിടെ തുന്നി കൊടുക്കണം. നമ്മളിത് ഈ ഒരു ഐ ഷേപ്പിൽ വരുന്ന കുന്തൻ സ്റ്റോൺ ആണ് ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മൾ ആ സ്കാലപ്പ് ഡിസൈൻ വരച്ചില്ലേ, അതിൻ്റെ ആ ഒരു എഡ്ജിലായിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ചെടുക്കാനായിട്ട്. ഈ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ 3 സ്റ്റോൺ വെച്ചിട്ട് ഈ ഒരു ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ആ ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മുടെ സ്കാലപ്പിൻ്റെ ഉള്ളിലും പിന്നെ ആ ഒരു ഡിസൈൻ്റെ മുകളിലും, ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഒരു കട്ട് ബീഡ് വരുന്ന രീതിയിലൊന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ ഇതുപോലെയായിരിക്കും നമ്മുടെ ഫൈനൽ ഡിസൈൻ വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.